நம சிவாய வாழ்க நாதந்தே பாதம் வாழ்க நம சிவாய வாழ்க நாதந்தே பாதம் வாழ்க. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ പുതിയ പതികത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അതിന് കൊടുത്തിരിക്കുന്ന പേര് ആനന്ദാതീത അവസ്ഥ എന്നാണ്. ശിവഭക്തി കൊണ്ട് ഒരു സാധകന് ലഭിക്കുന്നത് പരമാനന്ദമാണ്. ആ ആനന്ദം കഴിഞ്ഞാൽ ആനന്ദാതീതമായ ഒരു തലത്തിലേക്ക് ഭക്തൻ ഉയരുന്നു. അതായത് തുരീയവും കഴിഞ്ഞ് തുരീയാതീതമായൊരു തലം. അതിനെ നമുക്ക് പരമാനന്ദ ലഹരി എന്ന് വിളിക്കാം. ആ പരമാനന്ദ ലഹരി തനിക്ക് അല്ലയോ ഭഗവാൻ ശിവൻ അവിടുന്ന് കനിഞ്ഞരുളേണമേ എന്ന് പ്രാർത്ഥിക്കുന്ന 10 പാടലുകളാണ് ഈ ആനന്ദാതീതാവസ്ഥയെക്കുറിച്ച് മാണിക്യവാചകർ പാടുന്നത്. നമുക്ക് നോക്കാം. മാറ്റമില്ലാത്തതാകും കാരുണ്യപ്രവാഹമേ, മുന്നാളിൽ വന്ന് നിന്റെ മലർച്ചെവിടീണ വിട്ടു നീങ്ങാത്ത ഭാഗ്യം നേടിയോരടി ആന്മാർ ഉണ്മയാം ഭക്തിയോടെ നിന്നോട് കൂടിച്ചേർന്നാർ. ആദ്യന്തഹീനൻ നീ എളുതായി വന്നു നിന്നിട്ട് ഉളിയാർന്നതാം ഒരു മാനുഷ്യരൂപം കൊണ്ട് കരുണാകടാക്ഷത്തെ നെഞ്ച് പിളരുമാറ് കണ്ടറിഞ്ഞിടാത്തവൻ ശൂന്യതുല്യനാം ഞാൻ കീഴ്ത്തപ്പെട്ടോനായി ദുഷ്കൃത കർമ്മത്തിനാൽ. അല്ലയോ ഭഗവാൻ, അങ്ങ് മനുഷ്യരൂപം കൊണ്ട് ഈ ഭൂമിയിൽ വരുന്നു. അത് മാണിക്യവാചകരുടെ അനുഭവ കഥ കൂടിയാണ്. അതായത് ശിവഭക്തൻ്റെ മുമ്പിൽ മനുഷ്യരൂപത്തിൽ തന്നെ ഭഗവാൻ, ഗുരു രൂപത്തിൽ തന്നെ ഭഗവാൻ പ്രത്യക്ഷപ്പെടും. അത് എപ്പോഴാണെന്നറിയില്ല. ഒരു സാധകൻ പക്വമാകുമ്പോൾ ആ സമയത്ത് ഗുരു രൂപത്തിൽ തന്നെ ഭഗവാൻ വന്ന് ഈ ഭക്തദാസനെ തൻ്റെ അടിമയാക്കി, തൻ്റെ അടിയാനാക്കി മാറ്റും. അങ്ങനെ ആ ഭക്തനെയും ആൾക്കൊള്ളും ഭഗവാൻ. ഇതാണ് മാണിക്യവാചകരുടെ ജീവിതത്തിൽ നടന്നത്. മാണിക്യവാചകരുടെ മുമ്പിൽ ഗുരു രൂപത്തിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യരോടൊത്ത്, പാർഷദന്മാരോടൊത്ത് അദ്ദേഹം മാണിക്യവാചകരെ തനിയെ നിർത്തിക്കൊണ്ട് തിരിച്ചുപോയി. കാരണം മാണിക്യവാചകർക്ക് ചെയ്തു തീർക്കേണ്ട ചില ശിവകർമ്മങ്ങൾ ഉണ്ടായിരുന്നു. ആ ശിവകർമ്മങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ അവിടെ നിർത്തിക്കൊണ്ട് അവർ ശിവനും പാർഷദന്മാരും കൈലാസത്തിലേക്ക് മടങ്ങിപ്പോയി. ഈ കഥ കൂടി ഇതിനകത്ത് അനുസ്മരിക്കുന്നുണ്ട്. അപ്പോൾ ശിവകർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാണിക്യവാചകരെ ഈ ഭൂമിയിൽ തന്നെ നിലനിർത്തിയത്. ഈ ശിവകർമ്മം അനുഷ്ഠിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ പാഴായ കഴിഞ്ഞ കാല ജീവിതത്തെക്കുറിച്ചോർത്ത് ദുഃഖിക്കുകയാണ്. താൻ ഇത്രയും നാളും ഭഗവാനെ സേവിക്കാനിട്ടാണോ ഭഗവാൻ തന്നെ വിട്ടുപോയത്, എന്തുകൊണ്ടാണ് വിട്ടുപോയത് എന്ന് കേഴുകയാണ്. ഭാഗവതത്തിലും ഇതുപോലെ തന്നെയാണ്. ഗോപികമാരെ വിട്ട് ശ്രീകൃഷ്ണൻ മറഞ്ഞു പോയപ്പോൾ ആ ഗോപികാമാർ ദുഃഖം കൊണ്ട് ഗോപികാവിലാപം, ഭാഗവതത്തിലെ ഏറ്റവും ടച്ചിങ് ആയിട്ടൊരു ഭാഗമാണ് ഗോപികാവിലാപം. അതേപോലുള്ളൊരു വിലാപമാണ് ഭാഗവതത്തിൽ. എപ്രകാരമാണോ ശ്രീകൃഷ്ണന് വേണ്ടി ഗോപികമാർ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചത്, ഏതാണ്ട് അതേപോലെയുള്ളൊരു മാനസികാവസ്ഥ തന്നെയാണ് മാണിക്യവാചകർക്ക് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഗുരു രൂപത്തിൽ വന്ന ശിവനും പാർഷദന്മാരും കൈലാസത്തിലേക്ക് തന്നെ കൂട്ടാതെ മടങ്ങിപ്പോയതോർത്തപ്പോൾ അദ്ദേഹം വിചാരിക്കണം തൻ്റെ ഭക്തി എത്ര നികൃഷ്ടമാണ്. ഭക്തി ഇപ്പോഴും
ഉന്നത തലങ്ങളിൽ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയാണ് അങ്ങനെ പാടുന്ന പാട്ടുകളാണ് ഈ 10 പാട്ടുകൾ. നോക്കൂ. മാറ്റമില്ലാത്തതാകും കാരുണ്യപ്രവാഹമേ, മുന്നാളിൽ വന്ന് നിന്റെ മലർച്ചേവിടിണ വിട്ടു നീങ്ങാത്ത ഭാഗ്യം നേടിയോരടിയാന്മാർ. നിന്റെ അടിയാന്മാർ, നിന്റെ ശിവഭക്തദാസന്മാരായ അടിയാന്മാർ മാറ്റമില്ലാത്തതാകും കാരുണ്യപ്രവാഹമേ, ഒരിക്കലും തടസ്സമില്ലാതെ നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാരുണ്യപ്രവാഹമായ അല്ലയോ ഭഗവാൻ, അങ്ങയിൽ മുന്നാളിൽ വന്ന് നിന്റെ മേൽ ചേവടിയിണ വിട്ടു നീങ്ങാത്ത ഭാഗ്യവാന്മാരടിയാന്മാർ. നിന്റെ അടിയാന്മാർ, നിന്റെ പാർഷദന്മാർ നിന്നെ ഒരിക്കലും വിട്ടു പിരിയുന്നില്ല. നിന്നോടൊത്ത് എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിന്നോടൊത്ത് നിന്റെ ജീവിതത്തിൽ നിന്നോട് ചേർന്നുകൊണ്ട് അവർ ജീവിക്കുന്നു. അതൊരു മഹാഭാഗ്യമാണ് ഈ അടിയാന്മാർക്ക്, പാർഷദന്മാർക്ക് കിട്ടുന്നത്. അങ്ങനെ ശിവപാർഷദന്മാർ നിന്റെ കാരുണ്യപ്രവാഹത്തിന് എപ്പോഴും പാത്രമായി കൊണ്ടിരിക്കുന്നു. വിട്ടു നീങ്ങാത്ത ഭാഗ്യം നേടിയോരടിയാന്മാർ, അവരെ ഭാഗ്യം ഒരിക്കലും വിട്ടുപോകുന്നില്ല. ഉണ്മയാം ഭക്തിയോട് നിന്നോട് കൂടി ചേർന്നു. ഉണ്മയായ ഭക്തി, യഥാർത്ഥ സത്യസ്വരൂപമായ ഭക്തിയോടുകൂടി അവർ എപ്പോഴും ജീവിക്കുന്നു. ആദ്യന്തഹീനൻ നീയും എളുതായി വന്നു നിന്നിട്ട് ഒളിയാൽ ഒരു മനുഷ്യരൂപം പൂണ്ട് കരുണാകടാക്ഷത്തെ നെഞ്ചു പിളരുമാറ് കണ്ടറിഞ്ഞിടാത്തവൻ. ഞാനെങ്ങനെയാണ്? നീ എൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ടും എങ്ങനെ? ഒളിയാർന്നതാം ഒരു മനുഷ്യരൂപം കൊണ്ട് കാരുണ്യ കടാക്ഷത്തെ നെഞ്ചു പിളരുമാറ് കണ്ടറിഞ്ഞിടാത്തവൻ. ഞാൻ കണ്ടു, എൻ്റെ മുന്നിൽ അങ്ങ് വന്നു നിന്നപ്പോൾ ആ ഭക്തിയുടെ പാരവശ്യം എനിക്കുണ്ടായിരുന്നില്ല. അതിൻ്റെ അങ്ങയുടെ ഒളിയെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒളിയാർന്നതാം ഒരു മനുഷ്യരൂപം കൊണ്ട് കരുണാകടാക്ഷത്തെ നെഞ്ചു പിളരുമാറ് ഞാൻ കണ്ടറിഞ്ഞില്ല. നെഞ്ചുരുകുന്ന പോലെ ഞാൻ കണ്ടറിഞ്ഞില്ല. അപ്പോഴും എന്നിൽ അഹംഭാവം നിന്നിരുന്നു. നീ ഗുരുരൂപത്തിൽ എൻ്റെ മുമ്പിൽ വന്നു നിന്നപ്പോൾ സമ്പൂർണ്ണ സമർപ്പണത്തോടെ നിന്നെ എനിക്ക് സമീപിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? നെഞ്ചു പിളരുമാറ് കണ്ടറിഞ്ഞിടാത്തവൻ. നെഞ്ചു പിളരുന്ന പോലെ സമ്പൂർണ്ണ ശരണാഗതി അടയാൻ എനിക്കപ്പോൾ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ശോനതുല്യനാം ഞാനൊരു നായയെപ്പോലെ ശൂന്യനായിത്തീർന്നു, ഒരു നിസാരനായി മാറി. അതുകൊണ്ടായിരിക്കാം അങ്ങയുടെ പാർഷദന്മാരുടെ കൂട്ടത്തിൽ എന്നെ കൂട്ടാതെ ഇവിടെ നിന്ന് കൈലാസത്തിലേക്ക് മടങ്ങിപ്പോയത്. കീഴ്ത്തരപ്പെട്ടവനായി ദുഷ്കൃത കർമ്മത്തിനാൽ, എൻ്റെ ദുഷ്കർമ്മ ഫലം കൊണ്ട്, നേരത്തെയുള്ള ദുഷ്കർമ്മത്തിൻ്റെ ഫലമായിട്ട് അങ്ങ് എന്നെ കൈലാസത്തിലേക്ക് അങ്ങയുടെ പാർഷദന്മാരോടൊത്ത് കൂട്ടിക്കൊണ്ടുപോയില്ല. അപ്പോൾ അങ്ങനെ മുന്നിൽ വന്നു നിന്നു. പക്ഷേ ഞാൻ നെഞ്ചു പിളർക്കുമാറ് സമ്പൂർണ്ണ ശരണാഗതി അടഞ്ഞില്ല. അതുകൊണ്ടായിരിക്കുമോ അങ്ങ് എന്നെ വിട്ട് പോയത്? ശോനന് തുല്യനായ, നായയ്ക്ക് തുല്യനായ നിസ്സാരനായ എന്നെ, എൻ്റെ കർമ്മവിനകൾ ദുഷ്കൃത കർമ്മത്താൽ എനിക്ക് അങ്ങയോടൊത്ത് കൈലാസത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ല. എന്നെ കൂട്ടിക്കൊണ്ടു പോയില്ല. ഇത് എൻ്റെ തന്നെ ഭക്തിയുടെ പരിമിതിയാണ്. ശോനതുല്യനായ ഞാനായതുകൊണ്ടാണ് അങ്ങ് അങ്ങനെ ചെയ്തത് എന്ന് ഇദ്ദേഹം ധരിക്കുകയാണ്. പക്ഷെ സത്യം അതല്ല. കാരണം ചില ശിവകർമ്മങ്ങൾ മാണിക്യവാചകർ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. ലോകത്തിനു വേണ്ടി മാണിക്യവാചകർ ചെയ്തു തീർക്കേണ്ട ചില കർമ്മങ്ങൾ, ശിവകർമ്മങ്ങൾ ഉണ്ടായിരുന്നു. ആ ശിവകർമ്മങ്ങൾ മുഴുമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാണിക്യവാചകരെ കൂട്ടിക്കൊണ്ട് പോകാതിരുന്നത്. പക്ഷേ അദ്ദേഹം തെറ്റിദ്ധരിക്കുകയാണ്. തൻ്റെ ഭക്തി തീവ്രമായിരുന്നില്ല, താൻ സമ്പൂർണ്ണ ശരണാഗതി അടഞ്ഞില്ല. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ വിട്ടു പോയത് എന്ന് തെറ്റിദ്ധരിക്കുകയാണ് മാണിക്യവാചകർ. ശോനന് തുല്യനായ ജീവിതം നയിക്കുന്ന എൻ്റെ ഹൃദയം സമ്പൂർണമായി ശരണാഗതി അടഞ്ഞില്ലല്ലോ ഭഗവാൻ, അതുകൊണ്ടാണോ അങ്ങനെ വിട്ടുപോയത് എന്ന് പറയുകയാണ്. ഇനി നമുക്ക് അടുത്ത പാടലിലേക്ക് കിടക്കാം.
മയ്യണി മിഴിയാൾക്ക് മെയ് പാതിയാകിയോനെ ഇങ്ങ് നീ വന്നിട്ടെന്നെ അടിമയാക്കിയ ഇടവേ കയ്യിലെ പൊന്നിൽ കിണ്ണമെന്നല്ലാതാരറിയാൻ നീ എന്നെ അറിഞ്ഞില്ല മെയ്യിൽ നീറണിഞ്ഞവനെ മെയ്യടിയാന്മാർ മാത്രം നിന്നോടൊന്നായി ചേർന്നാൽ പൊയ്യാർന്നൊരീ ഉലകിൽ തങ്ങുവാൻ എന്നെ വിട്ട് പോയി നീ ഒറ്റയ്ക്ക് മുറയോ ചൊല്ലിയിടുമേ. നീ എന്നെ ഒറ്റയ്ക്ക് വിട്ടുപോയി. അപ്പോൾ മാണിക്യവാചകന്റെ ജീവിതത്തിലെ ആ മഹാസംഭവത്തെ കുറിച്ചിട്ടാണ് ഇവിടെ മാണിക്യവാചകർ ഈ കവിതകളെല്ലാം സൂചിപ്പിക്കുന്നത്. നീ ഗുരുരൂപത്തിൽ എന്നോടിൻ്റെ അടുത്തേക്ക് വന്നു, പക്ഷേ നീ തിരിച്ചു പോയി. പാർഷദന്മാരോടൊത്ത് നീ കൈലാസത്തിലേക്ക് തിരിച്ചു പോയപ്പോൾ എന്നെ കൂട്ടിയില്ലല്ലോ. അത് എൻ്റെ പരിമിതിയാണ്. മെയ്യിൽ നീറണിഞ്ഞവനെ മെയ്യടിയാന്മാർ മാത്രം നിന്നോട് ഒന്നായി ചേർന്നു. നിൻ്റെ അടിയാന്മാരെ മാത്രം നീ തിരിച്ച് കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവർ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും. പക്ഷേ പൊയ്യാർന്നൊരീ ഉലകിൽ താങ്ങുവാൻ എന്നെ വിട്ടു. ഈ പൊയ്യാർന്ന ഈ ലോകത്തിൽ, ഈ മിഥ്യയായ ഈ ജീവിതത്തിൽ, ഈ മിഥ്യയായ ലോകത്തിൽ എന്നെ തനിയെ വിട്ടിട്ട്, എന്നെ താങ്ങുവാനില്ലാതെ നീ എന്നെ വിട്ടുപോയി. ഒറ്റയ്ക്ക് എന്നെ ആക്കിക്കൊണ്ട് നീ പോയി. ഇത് ശരിയാണോ ഭഗവാനെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങയുടെ പാർഷദന്മാരോടൊത്ത് എന്നെ ചേർക്കണമേ, അടിയാന്മാരോടൊത്ത് എന്നെ ചേർക്കണമേ. എന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ വിട്ടുപോയത് ഒട്ടും ശരിയായില്ല എന്ന് ഭഗവാനോട് താണു വീണ് പരാതിപ്പെടുകയാണ് ഇവിടെ മാണിക്യവാചകർ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ശിവാനന്ദ ലഹരിയെ ശങ്കര ഭഗവത്പാദർ ആവിഷ്കരിക്കുന്ന ഒരു ഭാഗം. 57ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. നിത്യം സ്വാദർപൂർണായ സകലാനുദ്ദിശ്യ വിത്താശയാ വ്യർത്ഥം പരിടനം കരോമി ഭവതഃ സേവാം ന ജാനേ വിഭോ മജ്ജന്മാന്തര പുണ്യപാപബലസ്ത്വം ശിവ സർവാന്തരസ്തിഷ്യസ്യേവ ഹി തേന വാ പശുപതേ തേന രക്ഷണീയോ അസ്മ്യഹം. എന്നും എല്ലാ നാളും സ്വന്തം വയറ് നിറയ്ക്കുന്നതിന് ആഹാരത്തിന് വേണ്ടി ധനമോഹം കൊണ്ട് എല്ലാവരുടെയും അടുത്ത് വ്യർത്ഥമായി നടന്ന ഞാൻ ഈ ലോക ജീവിതത്തിൽ പരിടനം ഒരു ഫലവുമില്ലാതെ ഓടി നടക്കുന്നു. അങ്ങയെ സേവിക്കാൻ എനിക്കറിയില്ലായിരുന്നു. പശുപതയെ, സർവജ്ഞനെയും ഭഗവാനെയും മജ്ജന്മാന്തര പുണ്യപാപബലതഃ, എൻ്റെ ജന്മാന്തരങ്ങളിലെ പുണ്യത്തിൻ്റെ ബലം കൊണ്ട് എല്ലാത്തിൻ്റെയും ഉള്ളിൽ നിന്തിരുവടി സ്ഥിതി ചെയ്യുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഞാൻ നിന്തിരുവടിക്ക് രക്ഷണീയനായി ഭവിക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങയെ അറിഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങയുടെ രക്ഷയിലാണ് ഞാൻ ജീവിക്കേണ്ടതെന്ന് പറയാം. നമുക്ക് അതിൻ്റെ അർത്ഥം കൊണ്ട് നോക്കാം. എന്നും തന്നെ വയറ് നിറയ്ക്കുന്നതിനും ധനം കിട്ടണമെന്ന ആശ കൊണ്ടും സ്വാർത്ഥ താല്പര്യത്തോടുകൂടി ശരാശരി വ്യക്തിയുടെ പരക്കം പാച്ചിലാണ് നാം ഇവിടെ കാണുന്നത്. ഉദരപൂർണത്തിൻ്റെ കാര്യത്തെ പറഞ്ഞുള്ളൂവെങ്കിലും ആഹാരം, വസ്ത്രം, വാസസ്ഥലം, വാഹനം, അഭംഗ്യം തുടങ്ങിയ ആഗ്രഹങ്ങളെല്ലാം ഇതോടൊപ്പം എനിക്കുണ്ടായിരുന്നു. ഇതിനൊക്കെ വിത്തം വേണം, അതായത് പണം വേണം. അതിന് ഞാൻ പണം ശേഖരിക്കാൻ വേണ്ടി ഓടി നടന്നു. മേൽപ്പറഞ്ഞതെല്ലാം ധനം കൊണ്ട് നേടാം, അതിനായി ധനം ആർജിക്കണമെന്ന ഉദ്ദേശത്തോടെ ഞാൻ അലഞ്ഞു തിരിയുന്നു. രാജാവിനെ സേവിച്ചാൽ ധനം കിട്ടും. ധനവാനെ ആശ്രയിച്ചോ കച്ചവടമോ കൃഷിയോ കൊണ്ടോ മോഷണമോ കൊള്ളയോ നടത്തിയോ എങ്ങനെയെങ്കിലും വിത്തം നേടാൻ പരക്കം പായുന്നു. എങ്കിലും ഒന്നും വിജയിക്കുന്നില്ല. അങ്ങനെയുള്ള എൻ്റെ അവസ്ഥ, അല്ലയോ സർവ പശുപതേ, മുൻജന്മ ആന്തര പുണ്യ പാകബലതാം ത്വം സർവാന്തരി തിഷ്ടസി ഏവ. സർവനും പശുപതിയുമായ ശ്രീ പരമേശ്വരനെ എൻ്റെ ജന്മാന്തര പുണ്യപാകം കൊണ്ട് ഞാൻ നിന്തിരുവടി എല്ലാത്തിൻ്റെയും ഉള്ളിലുള്ള ചൈതന്യമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സർവ പശുപതേ, അങ്ങ് ഭക്തൻ്റെ പാപങ്ങളെയും അജ്ഞാനത്തെയും നശിപ്പിക്കുന്ന അങ്ങ്
പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും പതിയാകെ ഭഗവാൻ പശുപതിയാണ്. അതുകൊണ്ട് അജ്ഞനായ തന്നെ ഭഗവാൻ പശുവായി കണക്കാക്കുന്നു. അജ്ഞനായ തന്നെ രക്ഷിക്കേണ്ടത് പശുപതിയായ ഭഗവാന്റെ കടമയാണ്. അപ്പോൾ തന്നെ രക്ഷിക്കേണ്ടത് ഭഗവാന്റെ കടമയാണ്. അതുകൊണ്ട് എന്നെ രക്ഷിച്ചാലും എന്ന് ശങ്കര ഭഗവത് പാദർ പാടുന്ന ഈ ശിവാനന്ദ ലഹരി ഇതേ അനുഭൂതി തന്നെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. ഇതാണ് പരമാനന്ദാതീതമായ ശിവാനുഭൂതി, ശിവാനന്ദലഹരി. ശിവാനന്ദലഹരിയിൽ ശങ്കര ഭഗവത്പാദർ ഓരോ ശ്ലോകത്തിലും ഈ തീവ്രമായ ആനന്ദ പാരവശ്യത്തെ, പരമാനന്ദ പാരവശ്യത്തെ, പരമാനന്ദ നിർവൃതിയെ, പരമാനന്ദ ലഹരിയെ, ശിവാനന്ദ ലഹരിയെയാണ് ചിത്രീകരിക്കുന്നത്. ഓം നമഃ ശിവായ.